അലൈനേഴ്സ് നല്ലതാണെന്നുള്ളതിൽ ആർക്കും ഇവിടെ സംശയമില്ല. അലൈനേഴ്സ് നല്ലതാണ്. ബട്ട് കമ്പി എന്ന് പറയുന്ന സാധനം പാലുണ്ടാക്കാനാണ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാരിൽ എന്താ ജനറേറ്റഡ് ആവുക? ആൾക്കാർക്ക് തോന്നും, അയ്യോ ഞാൻ കമ്പിയാണ് ഇട്ടത്, അപ്പൊ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് പൊട്ടയാണല്ലേ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഡോക്ടേഴ്സ് അയ്യോ അവർക്ക് അറിയാത്തതുകൊണ്ടാണല്ലേ. അങ്ങനെ മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് ജനങ്ങളിലോട്ട് എത്തും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ അത് ഒരിക്കലും അതൊരു ഹെൽത്തി ആയിട്ടുള്ള രീതി ആവില്ല. അതാണ് അതിലുള്ള പ്രോബ്ലം. അപ്പോൾ ഒരിക്കലും നമ്മൾ ട്രീറ്റ്മെന്റ്സ് അഡ്വർടൈസ് ചെയ്യാൻ നമ്മളെ നിയമപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഡെന്റൽ സെക്ടറിലായാലും നമുക്ക് സറഗേറ്റ് അഡ്വർടൈസിങ്, അതായത് ഒരു ഇൻഫ്ലുവൻസർ വരുന്നു, ഒരു ഫുഡ് ബ്ലോഗർ വരുന്നു, ഇത് അടിപൊളി ക്ലിനിക്കാണ്, ഈ ട്രീറ്റ്മെന്റ് അടിപൊളിയാണെന്ന് പറയുന്നത് അതും ആക്ച്വലി അലൗഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ്സ് ഇൻഫിൽട്രേഷൻ കുറയ്ക്കാനും ആക്ച്വലി ഈ അഡ്വർടൈസ്മെന്റ് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതായത് ആ പ്രൊഫഷനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി. ആ പ്രൊഫഷനെ സേവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഒരു 100 ബ്രാഞ്ചസ് ഉള്ള കമ്പനീസ് വന്നു, അവർ പെർ ബ്രാഞ്ചിന് ഒരു 50,000 അഡ്വർടൈസ്മെന്റ് മാറ്റി വെച്ചു. അപ്പോൾ അവരുടെ മന്ത്ലി അഡ്വർടൈസ്മെന്റിനുള്ള ബഡ്ജറ്റ് എത്രയാവും? 5 crore ആയിരിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു ക്ലിനിക്ക്, എന്നെ പോലത്തെ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ ക്ലിനിക്ക് വന്നിട്ട് ഒരു 50,000 അഡ്വർടൈസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ 5 crore അഡ്വർടൈസ്മെന്റ് ആണോ 50,000 അഡ്വർടൈസ്മെന്റ് ആണോ മുഴച്ചു നിൽക്കുക? അങ്ങനെ ആവുമ്പോൾ ചെറിയ ചെറിയ ക്ലിനിക്സ് എല്ലാം, ഡെന്റിസ്ട്രി എപ്പോഴും ക്ലിനിക്കലായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നിയമപ്രകാരം ഒരു ഡെന്റിസ്റ്റിന് 50 മെജോറിറ്റി ഷെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു കോർപ്പറേറ്റ് സെക്ടറിന് വന്ന് തുടങ്ങാൻ പാടില്ല നിയമപ്രകാരം. ലോകത്ത് എവിടെ എടുത്ത് നോക്കിയാലും ഹോസ്പിറ്റൽ സെക്ടേഴ്സിലല്ല ഡെന്റിസ്ട്രി എപ്പോഴും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് നിൽക്കേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. അങ്ങനെ ആവുമ്പോഴാണ് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരിക്കലും അതുകൊണ്ടൊക്കെ തന്നെയാണ് അഡ്വർടൈസ്മെന്റ് ലിമിറ്റ് ചെയ്യാൻ പറയുന്നത്. അത് ആക്ച്വലി പ്രൊഫഷനെ സേവ് ചെയ്യാനും അതുവഴി ജനങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യാനും വേണ്ടി തന്നെയാണ് ഇതെല്ലാം, ഈ നിയമങ്ങളെല്ലാം നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് അലൗഡ് ആവേണ്ട സാധനങ്ങൾ അലൗഡ് ആണ്, അഡ്വർടൈസ്മെന്റ്സ് അലൗഡ് ആണ്. ബട്ട് ചില കാര്യങ്ങളിൽ നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിന് എപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ട്.